മാധ്യമപ്രവർത്തകൻ രവി നായരുടെ കേരളത്തിലെയും ഗുജറാത്തിലെയും വീടുകളിൽ റെയ്ഡ്. ഗുജറാത്ത് പോലീസ് നടത്തിയ റെയ്ഡിൽ രവി നായരുടെ 2 മൊബൈൽ ഫോണും ലാപ്ടോപ്പും പിടിച്ചെടുത്തിട്ടുണ്ട്. അദാനി LIC റിപ്പോർട്ടിന്റെ പേരിൽ എടുത്ത കേസ് റദ്ദാക്കാൻ ഹൈക്കോടതി വിസമ്മതിച്ചതോടെയാണ് ഗുജറാത്ത് പോലീസ് റെയ്ഡ് നടത്തിയത്. ശരത് ലാൽ ചേരുന്നുണ്ട് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി. ശരത്, കഴിഞ്ഞ വർഷത്തെ ഏറ്റവും വലിയ വാർത്തകളിലൊന്ന് എന്ന നിലയ്ക്ക് കണ്ട ഒന്നാണ് ഈ LIC നിക്ഷേപം. LIC അദാനിയുടെ കമ്പനികളിൽ നിക്ഷേപിച്ചുകൊണ്ട് ഒരു രക്ഷാപ്രവർത്തനം അത് ഈ അദാനികളുടെ കമ്പനികൾക്ക് വേണ്ടി നടത്തുന്നു എന്നുള്ള വാർത്ത. അത് രവി നായരുടെ റിപ്പോർട്ടായിരുന്നു. മാത്രമല്ല, തുടർച്ചയായി വൈറൽ റിപ്പോർട്ടുകൾ എഴുതിയുമൊക്കെ ശക്തമായി സർക്കാരിനെതിരെ നിലപാട് സ്വീകരിക്കുന്ന, പ്രതിപക്ഷ സ്വഭാവത്തോടെ പ്രവർത്തിക്കുന്ന ഒരു മാധ്യമപ്രവർത്തകൻ കൂടിയാണ്. ഇപ്പോൾ അദ്ദേഹത്തിനെതിരെ പോലീസ് നടപടി ആരംഭിച്ചിരിക്കുകയാണോ? ഗുഡ് മോർണിംഗ് ഹർഷൻ. അതുതന്നെയാണ്. കാരണം കഴിഞ്ഞ വാഷിംഗ്ടൺ പോസ്റ്റ് അതിനെ അല്ലെങ്കിൽ LIC അദാനിയുടെ കമ്പനിയിൽ LIC ഇൻവെസ്റ്റ് ചെയ്തു, അത് ഇന്ത്യൻ സർക്കാർ അതിന് പിന്തുണ നൽകി എന്നൊരു വാർത്ത വാഷിംഗ്ടൺ പോസ്റ്റിൽ വന്നതോടുകൂടിയാണ് രവി നായരുടെ റിപ്പോർട്ടുകൾ ശ്രദ്ധേയപ്പെടുന്നത്. അതിനുശേഷം അത് സംബന്ധിച്ച് ഉള്ള കേസ്, ഒരു രജിസ്റ്റർ കേസ് അലഹബാദിൽ അല്ലെങ്കിൽ ഗുജറാത്തിൽ അഹമ്മദാബാദിൽ രജിസ്റ്റർ ചെയ്തിരുന്നു. അത് FIR റദ്ദാക്കാൻ രവി നായർ അഭിഭാഷകൻ കഴിഞ്ഞ ദിവസം റദ്ദാക്കാൻ ഹർജി നൽകുന്നു. ഈ ഹർജി തള്ളിയതോടെ കൂടിയാണ് റെയ്ഡുമായിട്ട് ഗുജറാത്ത് പോലീസ് രംഗത്ത് വരുന്നത്. അതുമാത്രമല്ല, അമേരിക്കയിൽ അദാനിക്കെതിരെയുള്ള ഇത്തരം കേസുകളിലൊക്കെ തന്നെ അമേരിക്കയിൽ നിന്ന് അദാനി വിടുതൽ ലഭിച്ച ഒരു സാഹചര്യത്തിലും കൂടി വേണം ഈ കേസിനെയും ഹൈക്കോടതി വിധിയെയും കാണാം. ഇതിൽ വളരെ ശക്തമായ രീതിയിലുള്ള നടപടിയാണ് ഗുജറാത്ത് പോലീസ് എടുത്തത്. ഗുജറാത്ത് പോലീസ് കേരളത്തിലെത്തുകയും കേരളത്തിൽ അദ്ദേഹത്തിന്റെ വസതിയിൽ റെയ്ഡ് നടത്തുകയും അവിടെ വെച്ച് 2 മൊബൈൽ ഫോണുകൾ പിടിച്ചെടുക്കുകയും ചെയ്തു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ലാപ്ടോപ്പ് അദ്ദേഹത്തിന്റെ ഗുജറാത്തിലെ വസതിയിൽ നിന്നാണ് റെയ്ഡിലൂടെ പിടിച്ചെടുത്തത്. അടുത്ത ദിവസം തന്നെ അദ്ദേഹത്തിന് കൂടുതൽ നിയമ നടപടികൾ ആരംഭിക്കുമെന്നൊരു സൂചനയാണ് ഗുജറാത്ത് പോലീസ് നൽകുന്നത്. ഏതായാലും അദാനി LIC അല്ലെങ്കിൽ LIC ബാന്ധവത്തെ കുറിച്ചുള്ള അദ്ദേഹത്തെ റിപ്പോർട്ടിൽ ഇന്ത്യയിൽ വളരെ വലിയ കോളിളക്കം സൃഷ്ടിച്ചിരുന്നു. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി തന്നെ ഇത് സംബന്ധിച്ച നിരവധി പത്രസമ്മേളനങ്ങളും ഡൽഹിയിൽ നടത്തിയിരുന്നു. എന്നാൽ ഇപ്പോൾ രവി നായർക്കെതിരെയുള്ള പോലീസ് നടപടി ആരംഭിച്ചിരിക്കുകയാണ് ഹർഷൻ. ശരത് ലാലാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. മാധ്യമപ്രവർത്തകൻ രവി നായർക്കെതിരെയുള്ള ശക്തമായ നടപടികളിലേക്ക് പോലീസ് കടന്നിരിക്കുന്നു എന്നുള്ളതാണ്. LIC ഓഫ് ഇന്ത്യ അദാനിയുടെ കമ്പനിയിൽ വലിയ തുക നിക്ഷേപിച്ചുകൊണ്ട് അദാനിയുടെ കമ്പനിക്ക് വേണ്ടി ഒരു രക്ഷാപ്രവർത്തനം നടത്തിയിരിക്കുന്നു എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ട്. നേരത്തെ കഴിഞ്ഞ വർഷം അതേറെ ചർച്ചയായ റിപ്പോർട്ടാണ്. അതിൻ്റെ തുടർച്ചയിലാണ് ഈ നടപടികളിലേക്കൊക്കെ പോകുന്നത് എന്നാണ് മനസ്സിലാക്കാനും കഴിയുന്നത്.